വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ താമസിച്ചിരുന്ന വീട് നഷ്ടമായിരിക്കുകയാണ് ഡൊമിനിക് ജോസഫ് എന്ന് പറയുന്നതിനോടൊപ്പമുള്ള ഈ ചേട്ടന്. ഈ ചേട്ടൻ്റെ വീട് മാത്രമല്ല, ആകസമ്പാദ്യമായിട്ടുണ്ടായിരുന്ന വാഹനങ്ങൾ പോലും ഈ ഉരുളെടുത്തു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കണ്ണുകളിപ്പോൾ കലങ്ങിയിട്ട് കാണാം, സങ്കടമാണെന്നറിയാം. എന്നാലും വീട് മുഴുവനായും പോയി. ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതം? ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുന്നത് നോക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആദ്യം മുതൽ ഇത്രയും കാലം ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം സമ്പാദിച്ച് വെച്ചതാണ് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വീടും വീട്ടിൻ്റെ ഉപകരണങ്ങളും ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ രേഖകൾ അതുപോലെ തന്നെ മറ്റെല്ലാ പേപ്പറുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വാഹനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ അലമാരകളിലാണ് ഞങ്ങളുടെ വിലപിടിപ്പുള്ള പേപ്പറുകളും മറ്റു കാര്യങ്ങളും. അലമാരയോ 3 വാഹനവും ഞങ്ങൾക്ക് കണ്ടു കിട്ടിയിട്ടില്ല. ഇതുപോലെ ഈ പുഴ സൈഡും ഇവിടെ 4 ദിവസമായിട്ട് ഇവിടെ ഇറ്റാച്ചി പരിശോധിച്ചു. അതിൽ 1-2 അലമാരി കിട്ടി, അതിൽ നിന്ന് ചെറിയ സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് മാത്രം. പക്ഷേ എൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എനിക്ക് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല. ആ അലമാരിയോ അതുപോലെ തന്നെ ഒരു വാഗണർ വണ്ടി ഉണ്ടായിരുന്നു, ഒരു FC ബൈക്കുണ്ടായിരുന്നു, യൂണിക്കോൺ ബൈക്കുണ്ടായിരുന്നു. അത് മകൻ്റെ കൂടെ കൂടിയിട്ടാണ്. മകൻ്റെ ഒരു കാറാണ് ഇവിടെ കിടക്കുന്നത്. അതെ, ഈ കാണുന്നത് ഒരു കാറാണ്. അതായത് 1 വർഷം മാത്രം പഴക്കമുള്ളൊരു കാറാണ്, ഫോക്സ് വാഗൺ. പക്ഷേ എൻ്റെ കാറും ഇതുപോലെ തന്നെയാണ്. എവിടെ പോയി എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം ഉറപ്പാക്കണം, നിങ്ങൾക്കുള്ള താമസം ഉറപ്പാക്കണം എന്നല്ലേ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായിട്ടും സർക്കാർ എവിടെയെങ്കിലും ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ആവശ്യം. എന്നെപ്പോലെ തന്നെ വേറെ പലരും ഉണ്ട് ഇവിടെ. ജോൺ അദ്ദേഹത്തിൻ്റെയും ഇതുപോലെ തന്നെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതാണ്. ഇദ്ദേഹത്തിൻ്റെയും എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും വീട്ടു സാധനങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം? അതെ, എങ്ങോട്ടെന്നുള്ളതിൻ്റെ ഞങ്ങൾക്കൊരു ഉത്തരം. എവിടെയാണ് ഞങ്ങളെ ഇനിയും മാറ്റി പാർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സൗകര്യം തരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതാണിപ്പം മന്ത്രിയോട് തന്നെ ഞാനിപ്പം പറഞ്ഞത്. മന്ത്രി എല്ലാത്തിനും പരിഹാരം ആക്കി തരുമെന്ന് എനിക്കിപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മന്ത്രി എന്നോട് പറഞ്ഞു. വാക്കുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാത്ത അത്രയും മാനസികമായിട്ടുള്ള വിഷമത്തിലാണ് ഈ വിലങ്ങാട്ടുള്ള മിക്ക ആൾക്കാരുമുള്ളത്. അവർ നിലവിലിപ്പോൾ വീടുകൾ പോവാത്ത ആൾക്കാർ പോലും ഇവിടെ എങ്ങനെ ജീവിതം സാധ്യമാവുമെന്നുള്ള ചോദ്യം പലപ്പോഴായി ഉന്നയിക്കുന്നുണ്ട്. നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു ജീവിതത്തിൻ്റെ ആയുസ് മുഴുവൻ കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള ഒരു കാറ്, ഒരു വീട്, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ ഈ ഉരുളെടുത്തു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അത്രയും ഭീകരമായ അവസ്ഥയിലാണ്. എന്തായാലും കേരളത്തിന് ഇവർക്കെല്ലാം വേണ്ടി കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഉറപ്പ് എന്ന് പറയാൻ ചേർത്ത് നിർത്തുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് മാത്രമാണ്. ഇവരാരും ഒറ്റക്കാവില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന് പ്രഖ്യാപിക്കാനുള്ളത്. ഇവരുടെ വീടും അതുപോലെ തന്നെ പുനരധിവാസവുമെല്ലാം ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം കൂടി ഇവർ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചുറുബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.